ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ നടന്നു. AKG ഗ്രന്ഥാലയ പരിസരത്താണ് കൺവെൻഷൻ നടന്നത്. ഏപ്രിൽ 9 നടക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CH കുഞ്ഞമ്പുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പുല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുല്ലൂർ AKG ഗ്രന്ഥാലയ പരിസരത്ത് വെച്ചാണ് നടന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദുമ മണ്ഡലം സെക്രട്ടറി KV കുഞ്ഞിരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ബാക്കി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഇന്ത്യയിലെ ഭരണവർഗം ഉയർത്തിപ്പിടിക്കുന്ന വലതുപക്ഷ സാമ്പത്തിക നയങ്ങളെ, സ്വകാര്യവൽക്കരണത്തെ, ഉദാരവൽക്കരണത്തെ ഒക്കെ മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. എന്നാൽ ആ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ജനപക്ഷത്ത് നിൽക്കുകയും അവരുടെ ഉന്നമനത്തെയും മെച്ചപ്പെട്ട ജീവിതത്തെയും അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വലിയ നിലയിൽ അഭിമാനകരമായ നേട്ടങ്ങൾ കൈവരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്, ഈ ബദൽ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെന്റിന് കേരളത്തിനകത്തൊരു തുടർച്ചയുണ്ടാകണമെന്ന് രാജ്യത്തെ എല്ലാ ഭാഗത്തെയും ആളുകൾ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ പോലെ തന്നെ എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി സമാനതകളില്ലാത്ത കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം സാധ്യമാകുന്നതിനും ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. K. ബിന്ദു അധ്യക്ഷത വഹിച്ചു. സുനു ഗംഗാധരൻ, കതീഷ് തടത്തിൽ, T. ബിന്ദു എന്നിവർ സംസാരിച്ചു. ഷാജി എടമുണ്ട സ്വാഗതം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുല്ലൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായി ഷാജി എടമുണ്ടയെയും ചെയർമാനായി K. ബിന്ദുവിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.